ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ, അതായത് വൃത്തഖണ്ഡങ്ങൾ, വൃത്ത ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. ഞാൻ ഇവിടെ ഒരു പോയിന്റും എ എന്ന് പേര് കൊടുത്തു, ഇവിടെ ഒരു പോയിന്റും എടുക്കുന്നു, ബി എന്ന് പേര്. Any 2 points on a circle, split the circle into 2 arcs. ശരിയല്ലേ? അതായത് ഈ 2 ബിന്ദുക്കള് എന്താണ്, ഈ വൃത്തത്തെ 2 ആർക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ അതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയൊരു ആർക്ക് എ ബിയും, ഇതിന്റെ മുകളിൽ നിന്ന് ഇവിടം വരെ വലിയ ആർക്ക് എ ബി, രണ്ടും ആർക്കുകൾ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്നതിന് വരെ ഇവിടെ ഒരു പേര് പി എന്നും ഇതിന്റെ ഇടയ്ക്ക് ഒരു പേര് ക്യൂ എന്നും കൊടുക്കുകയാണെങ്കിൽ എ പി ബി എന്നും എ ക്യു ബി എന്നും നമുക്ക് എളുപ്പത്തില് പറയാൻ കഴിയും. ഈ 2 ആർക്കുകളും കൂടി ചേരുമ്പോൾ എന്താവും? ഒരു വൃത്തമാവും. അപ്പൊ ഈച്ച് ഓഫ് ദീസ് കോൾഡ് ഓൾട്ടർനേറ്റ് ആർക്ക്. എതിർ ചാപങ്ങൾ എന്നാണ്, മറുചാപങ്ങൾ അല്ലെങ്കിൽ എതിർ ചാപങ്ങൾ എന്നാണ് പറയുന്നത്. എ പി ബി എന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യു ബി, എ ക്യു ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ പി ബി. തിരിച്ചും മറിച്ചും പറയാം, എ പി ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് എ ക്യു ബി, എ ക്യു ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് എ പി ബി. അപ്പൊ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ എനി റിലേഷൻ, ക്യാൻ യു ഫൈൻഡ് എനി റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക്? അപ്പൊ ഇവിടെ ഞാൻ ഒരു സെൻട്രൽ ആംഗിൾ വരയ്ക്കുകയാണ്. എ ബിയുടെ ആർക്ക് എ ബിയിൽ യോജിപ്പിച്ചൊരു സെൻട്രൽ ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പം ഈ സെൻട്രൽ ആംഗിൾ എൻഡ് ആർക്ക് എ ബിയിലെ എയിലെയും ബിയിലെയും എൻഡിൽ യോജിപ്പിച്ചിരിക്കുകയാണ്. Can you find any relation between the central angle of this arc and angle made by joining point on the circle? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അതായത് ഞാൻ എന്താ ഈ ക്യൂ എന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാണ്. ഈ 2 കോണുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് പഠിച്ചിരിക്കുന്നത്? ഈ കേന്ദ്രകോൺ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും എന്താണ് ആർക്ക് ആംഗിൾ മേഡ് ഓൺ എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. അതായത് എ പി ബി എന്ന ഈ ആർക്കിന്റെ കേന്ദ്രകോണാണ് എ ഒ ബി. ഈ ആർക്കിൽ അല്ലാതെ മറുഭാഗത്തുണ്ടാകുന്ന ഒരു ആംഗിൾ ആണ് ആംഗിൾ എ ക്യു ബി. അപ്പൊ നമുക്കിപ്പം എ പി ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞൂടെ? ഇതുവരെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന പേര് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. കാര്യം എന്താണ്? അത് പഠിക്കാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച ഈ പ്രോപ്പർട്ടി ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? ഇത് 2x ആണെങ്കിൽ ഇത് x ആയിരിക്കും, ഇവിടെ x ആണെങ്കിൽ ഹാഫ് x ആയിരിക്കും. അപ്പൊ ആ പ്രോപ്പർട്ടി കുറച്ചുകൂടി ഇങ്ങനെ വേറെ രീതിയിൽ എഴുതാം, അർത്ഥത്തിനൊന്നും മാറ്റമില്ല. The angle made by joining the ends of an arc of a circle, joining the arc of a circle to any point on the alternate arc. ഇവക്ക് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് on the alternate arc, on the other side എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ നമുക്ക് alternate arc എന്ന് പറയാം. Alternate arc is half the central line. ഇതല്ലേ നമ്മുടെ പ്രോപ്പർട്ടി, ഹാഫ് ദ സെൻട്രൽ angle. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി കുറച്ചുകൂടി ഒന്ന് മാറ്റം വരുത്തി എഴുതിയിരിക്കുകയാണ്. ഓൾട്ടർനേറ്റ് ആർക്ക് എന്നുള്ള വാക്കല്ല നമ്മൾ പഠിച്ചത്. ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ, അങ്ങനെയൊക്കെയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് ദ ആംഗിൾ മേഡ് ബൈ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ആൻ ആർക്ക്. ഇതാണ് ആർക്ക്. ഈ ആർക്കിന്റെ എൻഡിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിള് ഈ കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും.
ഇവിടെ 100 ആണെങ്കിൽ 50. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണ്, ഒന്നുകൂടി പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പം ഇത് ചെറിയ ആർക്കല്ലേ, വലിയ ആർക്കിൽ ഉണ്ടാകുന്ന കേന്ദ്രകോണം എവിടെ വരും, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ 2 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ചിത്രം, ഇത് രണ്ടാമത്തെ. അപ്പൊ ആദ്യത്തെ ചിത്രത്തില് ഇത് കേന്ദ്രകോണാണെന്ന് അറിയാം. അപ്പൊ ആർക്കിന് പേരൊന്നും കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ കൊടുക്കാം. ആർക്ക് എ ബിയുടെ കേന്ദ്രകോണാണ് ആംഗിൾ AOB. ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിള് നമുക്കതിന് എന്താണ് P ന്ന് പേര് കൊടുക്കാം. അപ്പൊ ഇവിടെ എത്രയാണോ, ഇവിടെ ഞാൻ ഉദാഹരണത്തിന് 100 എടുത്തു, ഇതപ്പൊ എത്രയായിരിക്കും, 50 ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ എത്ര വരും, ഇവിടെ താഴെയല്ലേ 100, അപ്പൊ മുകളിൽ എത്ര വരും, ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360. അപ്പം 360 നിന്ന് 100 പോയാൽ 260. അപ്പൊ ഇവിടെ A, ഇവിടെ B, ഇവിടെ പിന്നെ എടുത്തത് അതേ പേര് തന്നെ കൊടുക്കാം. ആർക്ക് APB എന്ന വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ ഇത്. ആർക്ക് APBയുടെ സെൻട്രൽ ആംഗിൾ ആണ് ഈ 260 എന്ന് പറയുന്നത്. ഇനി ഇപ്പോഴ് ഈ 260യുടെ ആംഗിൾ ഉണ്ട് ഓൾട്ടർനേറ്റ് ആർക്ക്, ഇതല്ലേ ആർക്ക് APB എന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്, അതായി AB ആയിരിക്കും. ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ആംഗിൾ ഈ കേന്ദ്രകോണിന്റെ പകുതി. അപ്പൊ ഇവിടെ എത്ര വരും, 260ന്റെ പകുതി 130 എന്ന് വരും. ഇനി ഈ ചിത്രത്തിലോട്ട് നമ്മൾ മടങ്ങി വരികയാണ്. ഇവിടെ 50 കിട്ടി. ഞാൻ ഇവിടെ ഒന്ന് വേറൊരു ആംഗിൾ വരയ്ക്കുകയാണ്. ഞാൻ Q എന്ന് പേര് കൊടുക്കുന്നു, AQB. ഇതിന്റെ രണ്ടിന്റെയും എൻഡ് AB എന്ന ഈ ആർക്കിന്റെ എൻഡിൽ നിന്നാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയായിരിക്കും, 50 ആയിരിക്കും. ഞാൻ മറ്റൊരെണ്ണം കൂടി വരയ്ക്കുന്നു, അതിന്റെ ആംഗിൾ എത്രയായിരിക്കും, 50 ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിലോട്ട് തിരിച്ചു വന്നാല് ഇതെത്രയായിരിക്കും, 130 ആയിരിക്കും. പിന്നെ ഇതെത്രയായിരിക്കും, 130 ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്, ഈ ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് മെയ്ഡ് ബൈ ജോയിനിങ് ദീസ് പോയിന്റ്സ് ഓൺ എനി പോയിന്റ് ഓൺ ദിസ് ആർക്ക് ആർ ഈക്വൽ. അതായത് AB എന്ന ചാപത്തിന്റെ, ചെറിയ ചാപത്തിന്റെ എൻഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കാം. ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്സ് ആർ ഈക്വൽ. അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ വലിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ ആണ്. ഈ ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ മറ്റൊരു ഈ രണ്ടും കൂടെ ചേർത്തിട്ട് മറ്റൊരു ചിത്രം വരയ്ക്കാം. ഇത് ആദ്യം വരച്ച ചിത്രം തന്നെയാണ് ഒന്നുകൂടെ വരച്ചിരിക്കുന്നത്. കേന്ദ്രകോൺ 100 ആകുമ്പോൾ ഓൾട്ടർനേറ്റ് ആർക്കിലെ കോൺ എത്രയായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. ഇനി മുകളിലത്തെ ആംഗിൾ എത്രയായിരിക്കും, 260 ആയിരിക്കും. ഇതിന്റെ ആംഗിൾ എവിടെ വരും, താഴെ വരും അല്ലേ. എത്ര വരും, 130 എന്ന് വരും. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് ഒരു ചിത്രത്തില് വരച്ചിരിക്കുന്നു. പുറത്ത് വേണമെങ്കിൽ വേറൊരു ചിത്രം കൂടി വരയ്ക്കാം. ബോർഡിൽ വരയ്ക്കുമ്പോൾ ഇച്ചിരി പാടാണ്. ഇവിടുത്തെ 50, ഇവിടെ 130. ഈ കേന്ദ്രകോണൊന്നും കാണിക്കാതെ അളവുകൾ എഴുതി വേറൊരു ചിത്രം വരച്ച് 50 and 130. അപ്പൊ ഇതിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഇവിടെ പറയാൻ പറ്റും. എന്താണ്, സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് 360 ഡിഗ്രി. ഇവിടെ കേന്ദ്രത്തിൽ ഇതാണ്ട് 100ഉം 200, 260ഉം 360. അപ്പം കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ഈ ആർക്കിന്റെയും ഓൾട്ടർനേറ്റ് ആർക്കിന്റെയും ആംഗിൾസിന്റെ സം എത്രയായിരിക്കും, 360 ആയിരിക്കും. അപ്പം സെൻട്രൽ ആംഗിൾ അല്ലാതെ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾസ് എത്രയായിരിക്കും, അപ്പോഴ്
180 ആയിരിക്കും. ഹാഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, ഇവിടെ നോക്കിക്കേ, സെൻട്രല് 360യും സെൻട്രൽ 360 ഡിഗ്രി ആൻഡ് ഇത് സം ആണ്, സം ഓഫ് ദ ആംഗിൾസ്. സം സെൻട്രലില് 360യും ഓൾട്ടർനേറ്റ് ആർക്സില് സം എത്രയായിരിക്കും, 180 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, 130 + 50 180. സെൻട്രൽ ആണെങ്കിൽ 100 + 260 360 ഡിഗ്രി എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താ പറയാം, സം ഓഫ് ദ ആംഗിൾസ് മെയ്ഡ് ബൈ 2 points on a circle at points on one of the arcs and alternate arc is 180 ഡിഗ്രി. നമുക്ക് വേറൊരു പ്രോപ്പർട്ടി കിട്ടിയിരിക്കുകയാണ്. എന്താണ് ആ പ്രോപ്പർട്ടി? നമുക്ക് ഇവിടെ തന്നെ എഴുതാം ആ പ്രോപ്പർട്ടി. ഈ ഫിഗറിൽ ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിനേഷന് വരുന്നതായിരിക്കും. The sum of the angles made by 2 points. The sum of the angles made by 2 points on a circle. ഈ 2 പോയിന്റ് സർക്കിൾ അല്ലേ, ഈ 2 ആംഗിളും സെൻട്രൽ അല്ലേ. Sum of the angles made by 2 points on a circle at points on one of the arcs and the alternate arc is 180 ഡിഗ്രി. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത്. ഇതൊന്നുമില്ല, എന്താണ് ചുരുക്കത്തിൽ നമുക്ക് എന്താ പറയാം, ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. supplementary angle, sum of the angles in the alternate arcs are 180 degree, or you can say sum of the angles in the alternate arcs are supplementary. ഈ എന്താണ്, വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ചെറുതിന്റെ ആണ് മുകളിലുണ്ട്. ഈ രണ്ടിന്റെയും സം എപ്പോഴും എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ പ്രോപ്പർട്ടി. മനസ്സിലായല്ലോ? അപ്പം ഒട്ടും മറക്കാൻ പാടില്ല. പല ക്വസ്റ്റ്യൻസും ഈ ചോദ്യം ഇതുപോലുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് എക്സാമിനേഷനും അല്ല പബ്ലിക് എക്സാമിനേഷനും ക്ലാസ് ടെസ്റ്റിനും എല്ലാത്തിനും വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. വൃത്തത്തിൽ ഞാനൊരു കോഡ് വരയ്ക്കുകയാണ്. എന്താണ് കോഡ് എന്ന് പറഞ്ഞാൽ, ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points on a circle is called chord of the circle. ഞാൻ വൃത്തത്തിൽ ഏതെങ്കിലും 2 ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോഡ് ജോയിനിങ് 2 points on a circle split the entire circular region. ഈ സർക്കുലർ റീജിയനെ 2 പാർട്ടായിട്ട് മുറിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് കേക്ക് ആണെന്ന് സങ്കല്പിക്കുക. അപ്പം കേക്കിനകത്ത് ഉൾഭാഗം എല്ലാം ഉണ്ടല്ലോ, ഔട്ട്ലൈൻ മാത്രമല്ല. അപ്പൊ ഞാൻ മുറിക്കുകയാണ്. മുറിക്കുമ്പോ 2 ഭാഗമായിട്ട് മുറിച്ചു. അപ്പൊ ഇതൊരു ചെറിയ കഷ്ണം, ഇതൊരു വലിയ ഭാഗം, ചെറിയ ഭാഗം. അപ്പൊ ഈ 2 ഭാഗത്തെ ചേർത്ത് നമ്മൾ എന്താ പറയാ, സെഗ്മെന്റ്സ് എന്ന് പറയും. എന്താ പറയും? സെഗ്മെന്റ്സ് ഓഫ് ദ സർക്കിൾ എന്ന് പറയാം. അപ്പം ഇതിൽ നിന്ന് മുറിച്ച സർക്കിളിൽ നിന്ന് മുറിച്ച ഭാഗമല്ലേ, അപ്പൊ അത് സർക്കിളിന്റെ ഭാഗം അല്ലാതെ ആവുമോ? ഇല്ല. അപ്പം ചെറിയ സെഗ്മെന്റ്, ഇത് വലിയ സെഗ്മെന്റ്. ഇനി ഞാൻ എന്താ ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം തിരിച്ചറിയാൻ വേണ്ടി. ഈ ചെറിയ സെഗ്മെന്റും വലിയ സെഗ്മെന്റും കൂടെ ചേരുന്നതാണ് വലിയൊരു സർക്കിൾ ചേരുന്നതാണ് സർക്കിൾ എന്ന് പറയും, സർക്കുലർ റീജിയൻ. അപ്പം ഈ ചെറിയ സെഗ്മെന്റിന്റെ എതിരെയുള്ള അല്ലേ ഇത് ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്.
ഈ ഷെയ്ഡ് ചെയ്ത സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഷെയ്ഡ് ചെയ്യാത്തത്. ഷെയ്ഡ് ചെയ്യാത്തതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഷെയ്ഡ് ചെയ്തത്. അപ്പം ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്നുള്ളൊരു വാക്കുകൂടി പഠിച്ചു. ഓൾട്ടർനേറ്റ് ആർക്ക് പഠിച്ച കണക്ക് ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്. എന്താണ് ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാല്? Two segments into which a chord cuts a circle, each is called alternate segment. അപ്പൊ ഒരു കോഡാണ് ഇതിനെ രണ്ടിനെ രണ്ട് ഭാഗങ്ങളാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താ പറയാം? ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് എന്ന് പറയാം. ഇനി ഈ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിൽ ആംഗിൾസ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓൾട്ടർനേറ്റ് സെഗ്മെന്റില് ഞാൻ ആംഗിൾ വരയ്ക്കുകയാണ്. എന്തായിരിക്കും ഈ ആംഗിൾസിന്റെ? മൂന്ന് ആംഗിൾസ് ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ? ഈ ആംഗിൾസിന്റെ എല്ലാം മെഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം ആംഗിൾസ് എന്താ? സെയിം സെഗ്മെന്റ്, ഒരേ സെഗ്മെന്റിലുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അത് കണക്ക് ഇപ്പുറത്തോ ഷെയ്ഡ് ചെയ്ത് അങ്ങ് മായ്ച്ചേക്കാം. ഇതെല്ലാം ഈ താഴെയുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും, മുകളിലുള്ള ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. പക്ഷേ മുകളിലുള്ള ആംഗിളും താഴെയുള്ള ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ദിയാ സപ്ലിമെന്ററി. മനസ്സിലായോ? അപ്പൊ നമ്മള് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ച്, അപ്പൊ അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, നമ്മള് ഇപ്പൊ ഇതിൽ നമുക്ക് കിട്ടിയ ഒരു പ്രോപ്പർട്ടി ഇല്ലേ, എന്താണത്? ഒരേ സെഗ്മെന്റിലുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾ ഉള്ള സം 180 ആയിരിക്കും. അത് എഴുതാം. പിന്നെ സർക്കിൾ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ, പല പ്രോബ്ലംസും ചെയ്യാൻ ഇത് ആവശ്യം വരും. പിന്നെ സർക്കിൾ angles in the same segment. ഈ സെഗ്മെന്റ് ഉള്ള എല്ലാം ഈക്വൽ ആണ്, ഈ സെഗ്മെന്റ് ഉള്ള എല്ലാം ഈക്വൽ ആണ്. പക്ഷെ ഈ രണ്ട് സെഗ്മെന്റിലെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലെ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. Angles in the same segment are equal. Important property ആണ് കേട്ടോ, are equal. The sum of the angles എത്രയായിരിക്കും? Sum of the angles in alternate segments. Is 180 ഡിഗ്രി. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. നമ്മള് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. എന്താണ്? ഇന്നർ സർക്കിൾ വേണ്ട, ബ്രാക്കറ്റ് ഒന്നും വേണ്ട. ഇന്നർ സർക്കിൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഇതെല്ലാം ഈക്വൽ ആണ്, ഇതെല്ലാം ഈക്വൽ. ആൻഡ് സം ഓഫ് ദ ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് ഈസ് 180 ഡിഗ്രി. അതല്ലേ നേരത്തെ നമ്മൾ കണ്ടില്ലേ? ഇവിടെ 50, ഇവിടെ 130, 130, 50, 180. ഇപ്പൊ സപ്പോസ് ഇവിടുത്തെ മെഷർ നമുക്ക് അറിയാം. ഇവിടെ 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. ഇതോ 60, 60. ഇതെല്ലാം 120, 120 ആയിരിക്കും. അപ്പൊ നമ്മള് ഈ പ്രോപ്പർട്ടി തറവായി വെക്കണം. അപ്പം എക്സാമിനേഷന് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ വേറൊരു ചോദ്യം തരികയാണ്. ഇതാ ഈ ചോദ്യത്തില് നോക്കിക്കേ, ഞാൻ പേരൊക്കെ കൊടുക്കാം. OABCD. ഇപ്പം BOC മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ആംഗിളും ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. Angle BOC equals 120 degree
angle BAC equals half of 120. എത്ര കിട്ടും? ഈക്വൽസ് 60. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര? ഇത് മോളൊക്കെ കണ്ടുപിടിക്കാതെ നമുക്ക് പറയാൻ പറ്റും. എത്ര? 120. ആംഗിൾ എ പ്ലസ് നമ്മളിപ്പോ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽസ് 180. ആംഗിൾ എ 60 ആണെങ്കിൽ ആംഗിൾ ഡി എത്ര? ആംഗിൾ ഡി ഈക്വൽസ് 180 മൈനസ് 60 ഈക്വൽസ് 120 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ വേറൊരു ചോദ്യം കൂടി, ഇങ്ങനെ ഒരു ചോദ്യം കൂടി വരികയാണെങ്കിൽ, വാട്ട് ഈസ് ആംഗിൾ ബി സി? ബി ഈസ് ഓൾസോ 60 ഡിഗ്രി. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം കൂടെ വരികയാണെങ്കിലോ, വാട്ട് ഈസ് ആംഗിൾ ബി എഫ് സി? ബി എഫ് സി ഈസ് ഓൾസോ 120 ഡിഗ്രി. ഓക്കെ, അപ്പം നമ്മള് തിയറംസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഇത് 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം മനസ്സിലായെന്ന് വരുന്നു. അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.